അപ്പൊ നമുക്ക് സിലബസ് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ അറബിക്കിൽ വരുന്നത് പെഡഗോജി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പെഡഗോജി. നമുക്ക് പഠിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. എന്നാലോ മാർക്ക് വേഗം കളയാനും സാധിക്കുന്ന ഏരിയയാണ്. അപ്പം ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് ആ ഒരു പെഡഗോജിയിലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വെച്ച് തുടങ്ങാം. സിമ്പിൾ ടു കോംപ്ലക്സ് അല്ല നമ്മൾ പറയല്. അപ്പം സിമ്പിളായിട്ട് തന്നെ തുടങ്ങാം ഇൻഷാ അല്ലാ. അപ്പം പെഡഗോജിയിലെ ടീച്ചിങ് എയ്ഡ്സ് എന്ന ഭാഗത്തെ PYQ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. PYQ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും റെഡി അല്ലേ? അപ്പം ഓക്കെ. അപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഫസ്റ്റിന് നമുക്ക് ആ ഒരു PYQന്റെ മുന്നേ എന്താണ് അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് നീങ്ങാം. അപ്പൊ എന്താണ് ടീച്ചിങ് എയ്ഡ്സ്? എന്താണ് ടീച്ചിങ് എയ്ഡ്സ് എന്താണ്? അപ്പൊ നമുക്കറിയാം ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഈസി ആക്കാൻ, അതേപോലെ തന്നെ കൂടുതൽ ഉപകാരപ്രദമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം എയ്ഡ്സുകളാണ് ടീച്ചിങ് എയ്ഡ്സ്. നമ്മളെ ചെറുപ്പകാലഘട്ടങ്ങളിൽ നമ്മൾ ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു LP അല്ലെങ്കിൽ UP തലങ്ങളിൽ നമ്മളെ ടീച്ചേഴ്സ് കൂടുതലായിട്ട് ചാർട്ട്, അതേപോലെ തന്നെ ബോർഡുകൾ, അതേപോലെ കാർഡുകൾ, അങ്ങനെ പല കാര്യങ്ങളും പല വിഷയങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും അത് ടീച്ചർക്ക് ബുദ്ധിമുട്ടല്ലേ, ടീച്ചർക്ക് അത്ര ടൈം ടീച്ചർക്ക് നഷ്ടമാവല്ലേ? അല്ല, ടീച്ചർക്കും ഈ ഒരു ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുന്നത് ടീച്ചർക്കും ഈസിയാണ്, അതേപോലെ തന്നെ സ്റ്റുഡൻസിനും ഈസിയാണ്. അവിടെ വരുന്നത് ടീച്ചർക്ക് ആ ഒരു പാഠഭാഗം, ആ ഒരു കണ്ടന്റ് കുട്ടികളിലേക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ആ ഒരു ഭാഗം ഈസി ആയിട്ട് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ നമുക്കറിയാം ചില വിഷയങ്ങൾ നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ടീച്ചർ ക്ലാസ്സിൽ ഹിസ്റ്ററി പഠിപ്പിക്കുകയാണ്. അവിടെ വേൾഡ് മാപ്പ് അല്ലെങ്കിൽ വ്യത്യസ്ത രാജ്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. അവിടെ ടീച്ചർ പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലും നമുക്കത് വ്യക്തമാവണം എന്നില്ല. പകരം ടീച്ചർ അവിടെ ടീച്ചിങ് എയ്ഡ്സ്, ടീച്ചിങ് എയ്ഡ് ആയിട്ടുള്ള മാപ്പ് ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികൾക്ക് അത് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന ഭാഗത്താണ് വേൾഡ് മാപ്പിന്റെ ഇന്ന ഭാഗത്താണ് ഇന്ന കൺട്രി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കുട്ടികൾക്ക് അത് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അവിടെ എന്താവാണ്, ഈസി ആവുകയാണ്, അതേപോലെ തന്നെ യൂസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ടീച്ചിങ് എയ്ഡ്സ് എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി ടീച്ചറെ. ഓക്കെ. അപ്പൊ നമ്മൾ അറബിയിൽ പറയുന്നത് കുല്ലു അദാത്തിൻ യസ്തഖ്ദിമുഹ അൽ മുദരിസ് ലിതഹ്സീനി അമലിയത തഅല്ലുമി വത്തഅലീം. കുല്ലു അദാത്തിൻ യസ്തഖ്ദിമുഹ അൽ മുദരിസ് ലിതഹ്സീനി അമലിയതി അത്തഅല്ലുമി വത്തഅലീം. അതാണ് നമ്മളെ വൽ വസായിലു തഅലീമിയ അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ് എന്നതിന്റെ ഡെഫിനിഷൻ അതാണ്. കുല്ലു അദാത്തിൻ ഇസ്തഖ്ദിമുഹ അൽ മുഅല്ലിമു ലിതഹ്സീനി അമലിയത തഅല്ലുമി വത്തഅലീം. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന എയ്ഡ്സ് ആണ് ടീച്ചിങ് എയ്ഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വേറെ, ഇപ്പൊ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല എയ്ഡ്സും അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. പണ്ട് ടീച്ചേഴ്സ് ബോർഡ്, അതേപോലെ തന്നെ റസ്മുകള്, ചാർട്ടുകള്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് അത് മോഡേൺ ടെക്നിക്കിൽ മാറിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുകള്, അതേപോലെ തന്നെ PPT, അങ്ങനെയുള്ള പല കാര്യങ്ങളും, മൾട്ടിമീഡിയ ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങളുമാണ്, പല എയ്ഡ്സുമാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പം ഇതെല്ലാമാണ് ടീച്ചിങ് എയ്ഡ്. ഇനി ടീച്ചിങ് എയ്ഡിലെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടീച്ചിങ് എയ്ഡിലെ പ്രധാനമായിട്ട് ടീച്ചിങ് എയ്ഡ് 3 ഭാഗങ്ങളായി തിരിക്കാം. 3 ഇനങ്ങളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് ആണ് അൽ വസായിലു അൽ ബസരിയ, പിന്നെ സെക്കൻഡ് അൽ വസായിലു അസ്സമഇയ, തേർഡ് അൽ വസായിലു അസ്സമഇയ അൽ ബസരിയ. ഫസ്റ്റ് വസായിലു അൽ ബസരിയ, വിഷ്വൽ എയ്ഡ്സ് ആണ് ഉദ്ദേശിച്ചത്. വിഷ്വൽ എയ്ഡ്സ്, അൽ വസായിലുൽ ബസരിയ വിഷ്വൽ എയ്ഡ്സ്. വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എയ്ഡ്സുകളാണ് വിഷ്വൽ എയ്ഡ്സ്. അപ്പൊ നമുക്ക് ബോർഡ് നമുക്ക് കാണാനേ കഴിയുള്ളൂ, അല്ലാതെ ഇന്ന് കേൾക്കാൻ കഴിയുമോ? ഇല്ല. പിന്നെ അതേപോലെ തന്നെ ബിത്തോക്കാത്ത്, കാർഡുകള്, പിന്നെ അസുവർ, ചിത്രങ്ങള്,
അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേ ലൗഹാത്ത്, ബോർഡുകൾ, ഇതൊക്കെയാണ് വിഷ്വൽ എയ്ഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഷ്വൽ എയ്ഡ്സ് മനസ്സിലാക്കുക, നമുക്ക് കാണാൻ കഴിയുന്ന എയ്ഡ്സുകളാണ് വിഷ്വൽ എയ്ഡ്സ്. ഇനി രണ്ടാമത് പറയുന്നത് അൽ വസായിലു അസ്സമഇയ്യ. വസായിലുൽ സമഇയ്യ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതല്ല, ഓഡിയോ, കേൾക്കാൻ പറ്റുന്ന എയ്ഡ്സുകളാണ് വിഷ്വൽ ഓഡിയോ എയ്ഡ്സ്. അൽ വസായിലു സമഇയ്യ, ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന എയ്ഡ്സുകളാണ് വസായിലു സമഇയ്യ. അൽ മിദിയ, റേഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഓഡിയോയിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തെ ഇനാണ് അൽ വസായിലു അസ്സമഇയ്യ അൽ ബസരിയ. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് കാണാനും പറ്റും, അതേപോലെ തന്നെ നമുക്ക് കേൾക്കാനും പറ്റും. അങ്ങനെയുള്ള ഇപ്പൊ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് എന്താണ് ടീച്ചിങ് എയ്ഡ്സ് എന്താന്ന് ഡിസ്കസ് ചെയ്തു. കുല്ലു അദാത്തിൻ ഇസ്തഖ്ദിമുഹൽ മുദരിസു ലിതഹ്സീനി അൽ അമലിയത്ത് തഅല്ലുമി വതഅല്ലും, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഈസിയാക്കാൻ ഉപയോഗിക്കുന്ന എയ്ഡ്സുകളാണ് ടീച്ചിങ് എയ്ഡ്സ്. പിന്നെ അതിന്റെ 3 ഇനങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ അൽ വസായിലുൽ ബസരിയ, വിഷ്വൽ എയ്ഡ്സ്. പിന്നെ രണ്ടാമത്തത് അൽ വസായിലു സമഇയ്യ, ഓഡിയോ എയ്ഡ്സ്. 3 അൽ വസായിലു അസ്സമഇയ്യ അൽ ബസരിയ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഹലോ, ഇത് മനസ്സിലായില്ലേ? ഈ ഇനങ്ങളും അതേപോലെ എന്താണ് ടീച്ചിങ് എയ്ഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുകൂടി പറയാൻ പറ്റുമോ ടീച്ചർ? ഓക്കെ, ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഈസിയാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന എയ്ഡ്സ്, ടൂൾസിനെയാണ് ടീച്ചിങ് എയ്ഡ്സ് എന്നത് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മള് ടീച്ചേഴ്സ് ചിലപ്പം ക്ലാസ് റൂമിൽ ബോർഡ് ഉപയോഗിക്കാം. ബോർഡ് ഒരു എയ്ഡാണ്. പിന്നെ അതേപോലെ തന്നെ ചാർട്ടുകൾ ഉപയോഗിക്കാറുണ്ട്, അതൊരു എയ്ഡാണ്. പിന്നെ കമ്പ്യൂട്ടറുകൾ, പിന്നെ നമുക്ക് വീഡിയോസ് കാണിച്ചു തരാറുണ്ട്, ഓഡിയോസ് കേൾപ്പിച്ച് തരാറുണ്ട്. ഇതൊക്കെ എയ്ഡ്സുകളാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, ഇതിലൂടെ നടക്കുന്നത് പറഞ്ഞാൽ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഈസിയാക്കാൻ കഴിയും. ടീച്ചർക്ക് ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എടുക്കുന്ന ഭാഗം വ്യക്തമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനും കഴിയും. അതേപോലെ തന്നെ കുട്ടികൾക്ക് അത് വേഗത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ അതിന്റെ ഈ വ്യത്യസ്ത 3 ഇനങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത് വരുന്നത് വിഷ്വൽ എയ്ഡ്സ് ആണ് വരുന്നത്, കാണാൻ പറ്റുന്ന. അപ്പൊ നമുക്ക് ചാർട്ട്, നമുക്കൊന്ന് സൗണ്ട് കേൾക്കാൻ പറ്റുമല്ല. പിന്നെ അതേപോലെ കാർഡുകൾ, ബിത്തോക്കാത്ത്, അവിടെ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അതെന്താണ്, കാണാന്നുള്ള പർപ്പസിന് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാണാൻ പറ്റുന്നതാണ് അൽ ബസായിലു അൽ ബസരിയ, വിഷ്വൽ എയ്ഡ്സ്. എന്നാൽ രണ്ടാമത്തത് അൽ വസായിലു അസ്സമഇയ്യ, ഓഡിയോ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ മാത്രം പറ്റുന്നത്, കാണാൻ പറ്റൂല, പകരം കേൾക്കാൻ പറ്റും. ഇപ്പൊ റേഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, പകരം നമുക്ക് കേൾക്കാൻ പറ്റും. അതേപോലെ ചില സൗണ്ട് റെക്കോർഡ്സുകൾ, അത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ കേൾക്കാൻ പറ്റും. അപ്പം അതാണ് ഓഡിയോ എയ്ഡ്സ്. പിന്നെ മൂന്നാമത്തതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, കാണാനും പറ്റും, നമുക്ക് കേൾക്കാനും പറ്റും. അപ്പം നമ്മൾ ചില വീഡിയോസിൽ നമുക്ക് കാണാനും പറ്റും, അതോടൊപ്പം കേൾക്കാനും പറ്റും. അപ്പം ഇതാണ് 3 ടൈപ്പ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ്. അപ്പം ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആയില്ലേ? മനസ്സിലായി ടീച്ചർ. ഓക്കെ, നമുക്ക് PYQ നോക്കാം. മുൻ വർഷങ്ങളിൽ വന്ന കേട്ടറ്റ് 3 and 4 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇങ്ങനെ നോക്കുമ്പം അധിക ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ടാണ് കാണുന്നത്. സെയിം ഓരോ ഓപ്ഷൻസ് മാത്രം മാറ്റിയിട്ടുള്ളൂ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വായിക്കാം. ലൈസത്ത് മിനൽ വസായിലി അത്തദ്രീസിയ, ലൈസത്ത് മിനൽ വസായിലി അത്തദ്രീസിയ. താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ ടീച്ചിങ് എയ്ഡ്സിൽ പെടാത്തത് ഏതാണ്? അതാണ് ചോദിച്ചത്. താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ ടീച്ചിങ് എയ്ഡ്സിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എ ഹൈസറാനാണ് വരുന്നത്, ബി കിതാബു ദാരിസ് ആണ് വരുന്നത്, സി അൽ കുത്തുബ് അൽ മുഖററാണ് വരുന്നത്, ഡി അസൂറയാണ് വരുന്നത്. ഇതിൽ ഏതാണ് ടീച്ചിങ് എയ്ഡ്സിൽ പെടാത്തത്? എല്ലാവരും ആൻസർ ചെയ്യാൻ നോക്കുക. തെറ്റിയാലും കുഴപ്പമില്ല, കാരണം ഇപ്പം തെറ്റിയാൽ നമുക്ക് എക്സാമിന് പറ്റൂല. മാക്സിമം എല്ലാവരും ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പം ആൻസർ നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റത്തെ വരുന്നത് ഹൈസറാനാണ്.
പിന്നെ സെക്കൻഡ് ബി ഓപ്ഷൻ കിതാബു ദാരിസ് ആണ്. സി വരുന്നത് അൽ കുത്തുബുൽ മുഖറയാണ്. ഡി വരുന്നത് സൂറയാണ്. ഹൈസറാൻ മീൻസ് ബാംബു ട്രീ ആണ് വരുന്നത്. പിന്നെ ബി കിതാബു ദാരിസ് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്. അൽ കുത്തുബുൽ മുഖറ പറഞ്ഞാലും ടെക്സ്റ്റ് ബുക്കിന് ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ്. പിന്നെ ഡി വരുന്നത് അസൂറയാണ്, പിക്ചറാണ്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരിക? എ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റിന് ആൻസർ ഹൈസറാനാണ്. ബാക്കിയുള്ള 3 ഓപ്ഷനും ടീച്ചിങ് എയ്ഡിൽ പെടുന്നതാണ്. ഹൈസറാന് ടീച്ചിങ് എയ്ഡ് അല്ല. മനസ്സിലായി ക്വസ്റ്റ്യന്? ഹലോ, മനസ്സിലായി ടീച്ചറെ. ഓക്കെ. അപ്പൊ ഇതിൽ വരുന്നത് കിതാബു ദാരിസ് ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക് ഒരു ടീച്ചിങ് എയ്ഡ് ആണ്. അത് മനസ്സിലാക്കുക നമ്മൾ. ടെക്സ്റ്റ് ബുക്ക് അതേപോലെ തന്നെ ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് അതൊക്കെ ടീച്ചിങ് എയ്ഡ് ആയിട്ട് എണ്ണപ്പെടും. അപ്പം കിതാബു ദാരിസ് കുത്തുബുൽ മുഖറ അതൊക്കെ ടീച്ചിങ് എയ്ഡ് ആണ്. ഇനി അടുത്ത ഹൈസറ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈസറാൻ മീൻസ് ബാംബു ട്രീ ആണ്. ഓക്കെ ഓക്കെ. ഇതിന്റെ എല്ലാം മലയാളം വരും. ഹലോ ഹലോ, എക്സാമിന് ഇതിന്റെ ക്വസ്റ്റ്യൻ എല്ലാം മലയാളം വരും, ഈ ഓപ്ഷന്റെ എല്ലാം? ഇല്ലല്ല, മലയാളം ഉണ്ടാവില്ലല്ലോ, നമ്മൾ അറബി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്തത് വരുന്നത് മിനൽ വസായിലിൽ മർഇയ ഉൽ ബസരിയ. എന്താ നമ്മൾ പഠിച്ചതാണ്. ബസരിയ എന്ന് പറഞ്ഞാൽ ഏത് എയ്ഡാണ്? നമ്മൾ 3 ടൈപ്പ് ഓഫ് എയ്ഡ്സിന് പഠിച്ചിട്ടില്ല. ബസരിയ ഏതാണ്? വിഷ്വൽ ആണ്. അപ്പൊ താഴെ വിഷ്വൽ എയ്ഡ്സ്. അപ്പം താഴെ 4 എയ്ഡ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് വിഷ്വൽ എയ്ഡ്സ്? മനസ്സിലാക്കുക, ബസരിയ എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ് മർഇയ. ബസരിയ എന്നുള്ള എയ്ഡ്സിന്റെ മറ്റൊരു പേര്. അപ്പൊ നമ്മൾ ബസരിയക്ക് പകരം മർഇയ വന്നാലും മനസ്സിലാക്കുക അത് വിഷ്വൽ എയ്ഡ്സ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ടും തന്നോണ്ട് നമുക്ക് അത്ര കൺഫ്യൂഷൻ വരില്ല. മർഇയ എന്ന് പറഞ്ഞാലും വിഷ്വൽ എയ്ഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ വിഷ്വൽ എയ്ഡ്സ് ഏതാണ് അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഒന്നാമത് സബൂറ, റേഡിയോ, അജിഹിദത്തു തസ്ജീൽ സൗത്തിയ, പിന്നെ ഗ്രാമഫോൺ. അതിലേതാണ് വിഷ്വൽ എയ്ഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇത് ഈസി അല്ലേ? ഇതിൽ ഏതാണ് വിഷ്വൽ ഏതാണ്? സബൂറാണ്. റേഡിയോ എന്ന് പറയുമ്പോ ഏതാണ്? റേഡിയോ ഓഡിയോ എയ്ഡ്സ് അല്ലേ? അല്ലേ? റേഡിയോ, അതെ, സമയ. പിന്നെ അജിഹിദത്ത് തസ്ജീൽ സൗത്തിയും ഏതാണ്? സമയാണ് വരുന്നത്. ഗ്രാമഫോൺ. ബാക്കിയുള്ള 3ഉം സമയ ഓഡിയോ എയ്ഡ്സ് ആണ്. സബൂറ വിഷ്വൽ എയ്ഡ്സ് ആണ്. ഇത് ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൈസത്ത് മിൻ ഫവായിദ് ഇസ്തിഖ്ദാമു അൽ വസായിലു അത്തദ്രീസിയ. ലൈസത്ത് മിൻ ഫവായിദ് ഇസ്തിഖ്ദാം അൽ വസായിലു തദ്രീസിയ. താഴെ തന്നിരിക്കുന്നവയിൽ ടീച്ചിങ് എയ്ഡ്സിന്റെ ബെനിഫിറ്റ് അല്ലാതെ ടീച്ചിങ് എയ്ഡിന്റെ ഉപകാരം അല്ലാത്തത് കണ്ടുപിടിച്ച് എഴുതാനാ പറഞ്ഞത്. താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ടീച്ചിങ് എയ്ഡിന്റെ പ്രത്യേകത അല്ലാത്തത്. ഒന്ന് തുസാഇദു അലാ ഇസാറത്തി ഹവാസി ദാരിസ്. ബി തസ്തഖ്ദിമു വക്തൻ കസീറൻ. സി തുസഹിലു അമലിയത്തു തദ്രീസി അലൽ മുദരിസ്. ഡി തുസഹിലു അമലിയത്ത് തദറുസി അലൽ ദാരിസ്. 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ ടീച്ചിങ് എയ്ഡിന്റെ ഉപയോഗവുമായി ബന്ധപ്പെടാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഹവാസ് എന്താണ്? ഹലോ, ഹവാസിന്റെ മീനിങ് എന്താണ്? അവ കുട്ടികളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റത്തത് അതാണ്, കുട്ടികളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ രണ്ടാമത്തെ തസ്തഖ്ദിമു വക്തൻ കസീറൻ, കുറെ ടൈം ഉപയോഗിക്കേണ്ടി വരും. മൂന്നാമത്തെ വരുന്നത് തുസഹിലു അമലിയത്ത് തദ്രീസ് അലൽ മുദരിസ്, ടീച്ചർക്ക് ടീച്ചിങ് പ്രോസസ്സ് ഈസിയാക്കാൻ സാധിക്കും. ഫോർത്ത് ഓപ്ഷൻ വരുന്നത് തുസഹിലു അമലിയത്ത് തദറുസി അലൽ ദാരിസ്, സ്റ്റുഡൻസിന് ലേണിംഗ് പ്രോസസ്സ്
എളുപ്പമാക്കാനും സാധിക്കും. ഇതിലേതാണ് ടീച്ചിങ് എയ്ഡിന്റെ ബി അല്ലേ? അതെ അതെ ബി ആണ്. അതെ, ബി ആണ്. കാരണം ടീച്ചിങ് എയ്ഡ് പറഞ്ഞാല് കുട്ടികൾ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ക്ലാസ് റൂമിലേക്ക് ഒരു ടീച്ചിങ് എയ്ഡുമായിട്ട് പോകുമ്പോൾ കുട്ടികൾ ഇപ്പൊ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ചില ഭാഗങ്ങളിൽ കുട്ടികൾ വേറെ പല കളികളിലും ഏർപ്പെടുന്നത് കാണുന്നത്. എന്നാൽ നമ്മളൊരു എയ്ഡും കൊണ്ട് പോകുമ്പോൾ അവരുടെ ശ്രദ്ധ അതിലേക്കായിരിക്കും. അപ്പൊ അത് കുട്ടികളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. പക്ഷെ ടൈം നമുക്ക് ആ ഒരു നമ്മൾ അല്ലാതെ ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കാതെ പഠിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിപ്പിക്കാൻ സാധിക്കും. പിന്നെ ടീച്ചർക്ക് ആ ഒരു ടീച്ചിങ് പ്രോസസ്സ് ഈസി ആക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻസിനും ഈസി ആക്കാൻ സാധിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിൻ അദവാത്തി അൽ വസാഇൽ അത്തഅലീമിയ. മിൻ അദവാത്തി അൽ വസാഇൽ അത്തഅലീമിയ. ടീച്ചിങ് എയ്ഡിൽ പെട്ടത് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അതിൽ 4 ഓപ്ഷൻസ് ആണ് വന്നത്. അൽ ഖിറാഅ, അൽ കിതാബു അൽ മുഖറർ, അൽ കിതാബ, അൽ മുത്താലഅ. ഇതിന്റെ മീനിങ് ഒക്കെ അറിയുന്നതാണല്ലോ. അപ്പൊ ഇതിൽ ഏതാണ് ടീച്ചിങ് എയ്ഡ്? ഏതാണ്? ഇത് സിമ്പിൾ അല്ലേ? ഇതിൽ ആൻസർ ഏതാണ്? ബി അല്ലേ? ഹലോ, ഇതില് ആൻസർ ബി അല്ലേ വരുന്നത്? അതെ അതെ ബി ആണ്. ബി ആണ്. കാരണം ഖിറാഅത്ത് എന്ന് പറഞ്ഞ റീഡിംഗ് ആണ്, പിന്നെ കിതാബത്ത് റൈറ്റിംഗ് ആണ്, മുത്താല എന്ന് പറഞ്ഞാലും റീഡിംഗ് ആണ്. നമുക്കറിയാം ഈ ഖിറാഅത്ത് കിതാബത്ത് അത് അനാസുറുൽ ലുഗയാണ്, ഭാഷയുടെ 4 എലമെന്റ്സിൽ പെട്ടതല്ലേ. കിതാബത്ത്, ഖിറാഅത്ത്, തഹദ്ദുസ് അതൊക്കെ ഭാഷയുടെ ഇനങ്ങളിലാണ്. എന്നാൽ ബാക്കിയുള്ള അൽ കിതാബുൽ മുഖറർ, ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ബുക്ക്, അത് ടീച്ചിങ് എയ്ഡ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ചിലപ്പോൾ ലൈസത്ത് നില വേർഡ് ഉണ്ടാകും, ടീച്ചിങ് എയ്ഡിൽ പെടാത്തതാവും ചോദിക്കുക. ചിലപ്പോൾ പെട്ടത് ടീച്ചിങ് എയ്ഡ് ആയിരുന്നു കണ്ടുപിടിക്കാനാവും. അപ്പൊ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വരുന്നത് മിനൽ വസാഇലി അസ്സമഇയ അൽ ബസരിയ. താഴെ 4 എയ്ഡ്സ് ആണ് തന്നത്. അതിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഏതാണ്? അത് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ടെലിഫോൺ ആണോ? പിന്നെ ലൗഹത്തു തബാഷീർ എന്നാൽ ചോക്ക് ബോർഡ് ആണോ? പിന്നെ തിൽഫാസ് TV ആണോ? അൽ ബിത്താക്ക കാർഡുകളാണോ? ഇതിലേതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്? ഇതിലേതാ ആൻസർ ഏതാണ്? സി അല്ലേ? തിൽഫാസ്. തിൽഫാസ് ആണ്. ടെലിഫോൺ എന്ന് പറയുമ്പോ അത് ഏത് എയ്ഡാണ്? ഓഡിയോ. ലൗഹത്തു ഓഡിയോ ആണ്. തബാഷീർ ഓഡിയോ. ലൗഹത്തു തബാഷീർ അത് ബസരിയ. വിഷ്വൽ ആണ്. തിൽഫാസ് എന്ന് പറയുമ്പോൾ TV ടെലിവിഷനോട് കേൾക്കാനും പറ്റും കാണാനും പറ്റും. അപ്പൊ അതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്. ബിത്തോക്കെ ബസരിയാണല്ലോ. ബസരിയ. അപ്പം ഇതിൽ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, തിൽഫാസ്. അർത്ഥം തൊബാഷീർ ആണ്, ചോക്കിനാണ് നമ്മൾ തൊബാഷീർ എന്ന് പറയാം. ലൗഹത്ത് ബോർഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് തുഅദ്ദു അസ്സബൂറത്തു അസ്സകിയത് മിൻ അഹമ്മി അൽ വസാഇൽ തഅലീമിയ അൽ ഹദീസ. ഇതിൽ പറഞ്ഞത് സബൂറ സക്കിയ സ്മാർട്ട് ബോർഡ്. അത് തുഅദ്ദു എണ്ണപ്പെടുന്നു, അസ്സബൂറത്തു അസ്സകിയ സ്മാർട്ട് ബോർഡ് എണ്ണപ്പെടുന്നു, മിൻ അഹമ്മി അൽ വസാഇൽ തഅലീമിയ അൽ ഹദീസ ആധുനിക ടീച്ചിങ് എയ്ഡിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്മാർട്ട് ബോർഡ്. ലി അന്നഹ എന്തുകൊണ്ടാണ്? അതിന്റെ കാരണമാണ് പറയുന്നത്. ഈ 4 ഓപ്ഷനിൽ എന്തുകൊണ്ടാണ് സ്മാർട്ട് ബോർഡ് മോഡേൺ ടീച്ചിങ് എയ്ഡ്സിലെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയാനുള്ള റീസൺ എന്താണ്? 4 ഓപ്ഷനാണ് തന്നത്. ഒന്നാമത്തത് തെജാലു അമലിയത്ത് തഅലീമിയത്തി അക്സർ സോബത്തൻ. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് വെരി ഡിഫിക്കൽട്ട് ആക്കാൻ ഇത് സഹായിക്കുന്നു. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ വന്നത്. സെക്കൻഡ് ഓപ്ഷൻ വന്നത് തെഹ്താജു ഇലാ വക്തിൻ വജുഹദിൻ അക്സർ. ഈ ഒരു സ്മാർട്ട് ബോർഡ് കുറെ ടൈം, അത് ഉപയോഗിക്കുന്നത് കുറെ ടൈം വേണം, പിന്നെ അതേപോലെ തന്നെ നല്ല എഫേർട്ടും വേണമെന്നാ പറയുന്നത്. തേർഡ് വൺ പറയുന്നത് അൽ ഇഅ്തിമാദു അൽ കലീൽ അല തഫ്കീർ. കുട്ടികളുടെ ചിന്തിക്കാനുള്ള കഴിവ് കുറവാകും, അതാണ് പറയുന്നത്. നാലാമത് പറയുന്നത് തുസാഇദു അത്തുല്ലാബ ദവി മുഖദ്ദറാത്തിൻ മുഖ്തലിഫ. വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികൾക്ക് അത് ഉപകാരപ്രദമാണ്.
സഹായിക്കുന്നു. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഡി അല്ലേ? ഡി ആണ്. ഡി തന്നെ. കാരണം ഈ ഒരു ടീച്ചിങ് എയ്ഡ് നമ്മൾ മനസ്സിലാക്കുക, ടീച്ചിങ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഡിഫിക്കൽട്ട് ആക്കുന്നില്ല. അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ കറക്റ്റ് അല്ല, കാരണം അത് ഡിഫിക്കൽട്ട് ആക്കാണ്. പിന്നെ രണ്ടാമത്തതും കറക്റ്റ് അല്ല. മൂന്നാമത്തത് നമുക്കറിയാം, ടീച്ചിങ് എയ്ഡ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ ആ ഒരു ചിന്തിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. അതാ. പിന്നെ നാലാമത് പറയുന്നത് തുസായിദു തുല്ലാബ ദവി മുഖദ്ദറാത്തിൻ മുഖ്തലിഫ, വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളെ സഹായിക്കുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിന്റെ രീതി ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഒരു ടീച്ചിങ് എയ്ഡ്, ഇപ്പൊ നമുക്കറിയാം ഒരു ക്ലാസ് റൂം പറഞ്ഞാൽ മിനിയേച്ചർ ഓഫ് സൊസൈറ്റി ആണ്. പല വിഭാഗം കുട്ടികൾ ഉണ്ടാവും. ബിലോ ആവറേജ് ഉണ്ടാവും, എബവ് ആവറേജ് ഉണ്ടാവും, മീഡിയം ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെയും കൺസിഡർ ചെയ്തിട്ടുള്ള ടീച്ചിങ് എയ്ഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതാണ് പറയുന്നത്, വ്യത്യസ്ത കഴിവുകളുള്ള വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഒരു സ്മാർട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ മോഡേൺ ടീച്ചിങ് എയ്ഡ്സിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പറയാനുള്ള റീസൺ. ഇത് മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ. അടുത്തത് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തൻകസിമു അൽ അദവാതു തഅലീമിയ്യത്തു ഇല്ല. ടീച്ചിങ് എയ്ഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? സമറിയ സൗത്തിയാണോ, സമറിയ ബസരിയാണോ, ബസരിയ മർഇയാണോ, സംഇയ ഹർക്കിയാണോ? ഇതിലേതാ കറക്റ്റ് ആൻസർ? ഡി അല്ലേ? സമഇയ ആണ്. ബസരിയ. അതെ, സമഇയ ബസരിയ. ഫസ്റ്റ് ഓപ്ഷൻ മനസ്സിലാക്കുക. സമഇയ സൗത്തിയ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. സമഇയ എന്നാലും ഓഡിറ്ററി ആണ്, സൗത്തി എന്നാലും ഓഡിറ്ററി എയ്ഡ്സിനാണ് പറയുന്നത്. രണ്ടാമത് സമഇയ ബസരിയ, അത് ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ആണ്. മൂന്നാമത് പറയുന്നത് അൽ ബസരിയ അൽ മർഇയ, അതും ഏതാണ്? നമ്മൾ പഠിച്ചതല്ലേ, ബസരിയന്റെ മറ്റൊരു പേരാണ് മർഇയ, അതും വിഷ്വൽ എയ്ഡ്സ് ആണ്. നാലാമത്തെ സമഇയ അൽ ഹറക്കിയ, അതാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ രീതി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടുന്ന ഒരു ഇതാണ് കാണുന്നത്. ഇപ്പൊ PSC ആയാലും ടെറ്റ് ആയാലും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മളെ കൂടുതൽ കുഴപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലോണം നമ്മൾ ഓപ്ഷൻസ് ഒക്കെ നല്ലോണം ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഇതങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇഹ്തർ മിനൽ ആത്തിയതി മുവാസഫാത്തു അൽ വസാഇലു അത്തഅലീമിയ അൽ ജയ്യിദ. താഴെ കുറെ ഖസായിസുകൾ, പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. അതില് നല്ലൊരു ഗുഡ് ടീച്ചിങ് എയ്ഡിന്റെ സിഫത്തുകൾ ഏതാണ് അത് കണ്ടെത്താനാണ് പറഞ്ഞത്. മുനാസബത്തുൽ തഹ്ഖീഖ് അൽ അഹ്ദാഫുൽ മൻഷൂദ ഫസ്റ്റ്. 2 സഹലു തനാവലി വൽ ഇസ്തിഖ്ദാം. 3 മുനാസബത്തുൽ തോലിബിൽ മുത്തഫവ്വിഖീന ഫഖത്ത്. പിന്നെ ഡി വരുന്നത് A and B ആണ്. അതിൽ ഒന്നാമത്തേന്റെ മീനിങ് മുനാസബത്തു ലി തഹ്ഖീഖ് അൽ അഹ്ദാഫുൽ മൻഷൂദ, അതായത് ഡിസൈർഡ് ഗോൾസ് തഹ്ഖീഖ് ചെയ്യാൻ, അച്ചീവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. സെക്കൻഡ് പറയുന്നത് സഹലു തനാവുൽ വൽ ഇസ്തിഖ്ദാം, ഉപയോഗിക്കാനും അതേപോലെ തന്നെ മനസ്സിലാക്കാനും അത് ഈസിയാണ്. മൂന്നാമത് പറയുന്നത് മുനാസബത്തുൽ തോലിബിൽ മുത്തഫവ്വിഖീന ഫഖത്ത്, അത് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ്. ഡി പറയുന്നത് A and B ആണ്. ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? എ ബിയും ശരിയല്ലേ? അതെ. സി ശരിയല്ലേ? അതെ. അപ്പം ഡി ഓപ്ഷൻ അല്ലേ കറക്റ്റ്? യെസ് യെസ്. അതെ. അത് ഉപയോഗിക്കാനും അതേപോലെ തന്നെ മനസ്സിലാക്കാനും ഈസിയാണ്. പിന്നെ നമ്മളെ ഡിസൈഡ് ഗോൾസുകൾ വേഗത്തിൽ അച്ചീവ് ചെയ്യാനും സഹായിക്കുന്നു. അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണെന്നത്. കുറെ എയ്ഡ്സ് തരും, അതിന്ന് സംഇ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, അതേപോലെ ബസരി ഏതാണ്, സംഇയ ബസരി ഏതാണ് കണ്ടുപിടിക്കാൻ. ഇതിൽ പറയുന്നത് മിനൽ വസാഇലി സൗത്തിയ, ഓഡിയോ എയ്ഡ്സിൽ പെട്ടത് ഏതാണ്? ഹരീത്താണോ, മിസിയ ആണോ, സൂറത്താണോ, ആൽബം ആണോ? അതിൽ ഏതാണ് ഓഡിയോ എയ്ഡ്സിൽ പെട്ടത്? ബി ആണോ? ബി അല്ലേ? ബി ആണ്. മിദിയാർ റേഡിയോ. ഹരീത്ത മീനിങ് എന്താണ്? മാപ്പ്. മിദിയ റേഡിയോ, സൂറത്ത് പിക്ചർ, ആൽബം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അൽ അഫ്ലാമു അത്തഅലീമിയ അൽ ജയ്യിദ. അൽ അഫ്ലാമു അൽ തഅലീമിയ അൽ ജയ്യിദ, ഗുഡ് ടീച്ചിങ് ഫിലിംസ്, അതിന്റെ
പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കാൻ, അതിന്റെ സിഫത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് അൽ അഫ്ലാമു തഅലീമിയ മസീറൻ ഔ മുൽഹിക്കൻ മുഫീദൻ ലിദർസ്. അതായത് പാഠഭാഗമായിട്ട് യോജിച്ചതാണ് ഈ ഒരു ഫിലിംസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഫ്ലാം എന്ന് പറഞ്ഞാൽ ആ ഒരു പാഠഭാഗമായിട്ട് യോജിച്ചതായിരിക്കണം. പിന്നെ രണ്ടാമത് പറയുന്ന ഓപ്ഷൻ തുവഫിറു ഫുർസത്തൽ ഐനാഇ വർറഖ്സ് ഫിസ്സഫ്. ഈ ഒരു ഫിലിംസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ക്ലാസ് റൂമുകളിൽ. റഖ്സ് പറഞ്ഞാൽ ഡാൻസ് ആണ്, ഡാൻസ് ചെയ്യാനും. അൽ ഐന ഒരു എന്റർടൈൻമെന്റിനാണ് ഇത് ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കുന്നത്. അതാണ് ബി ഓപ്ഷൻ പറയുന്നത്. സി ഓപ്ഷൻ പറയുന്നത് തുവഫറു അൽ ഇസ്തിറാഹത്തു ലിൽ ദർസ്. ഇത് ടീച്ചർക്കൊരു റെസ്റ്റിനുള്ള ഒരു അവസരമാണ് ഈ ഫിലിം ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്നത്. നാലാമത് പറയുന്നത് തുഅവ്വിലു അൻ ഇയാബത്തിൽ മുദരിസ്. ഇത് ടീച്ചർക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു എയ്ഡാണ് അഫ്ലാം, ഫിലിം. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? എ അല്ലേ ശരിയായ ഉത്തരം? അതെ, എ ആണ് അല്ലെ. നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ് എയ്ഡിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എളുപ്പമാക്കാനാണ്. അല്ലാതെ ക്ലാസ് റൂമുകളിൽ ഒരു ഡാൻസ് അത് അതിന്റെ ഒപ്പം ഉണ്ടാവും. അല്ലാതെ ഈ ഡാൻസ് അല്ലെങ്കിൽ പാട്ട് ആനന്ദത്തിന് വേണ്ടി മാത്രമല്ല അത് ഉപയോഗിക്കുന്നത്. പിന്നെ സി പറഞ്ഞത് ടീച്ചർക്ക് ആ ഒരു ഡ്യൂട്ടി ഒഴിവായി ടീച്ചർക്ക് റെസ്റ്റ് കിട്ടാനുള്ള ഒരു അവസരമല്ല ഇവിടെ നൽകുന്നത്. ടീച്ചർ പഠിപ്പിക്കുന്നതോടൊപ്പം ടീച്ചർ ഫെസിലിറ്റേറ്റർ ആയിട്ട് ഒരു ഗൈഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നാലാമത് വരുന്നത് ടീച്ചർക്ക് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാ പറയുന്നത്. ഒരിക്കലുമല്ല, ടീച്ചർ ഒരു സപ്പോർട്ടറായിട്ട് കൂടെ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ശരി അല്ലെ, കറക്റ്റ് എ ആണ്. ഇത് മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഇതുവരെ എടുത്തതിൽ എന്ത് ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, മനസ്സിലാണില്ലേ? വളരെ ചെറുതാണ്. ഹലോ, ഒറ്റ മിനിറ്റ്. ഓക്കെ. ജസ്റ്റ് നമ്മുടെ ഒരു ഗ്രമേറിയൻ സെഷന് വേണ്ടി ഇതില് പുതുതായി ജോയിൻ ചെയ്ത ആളുകളോടാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷന് കുറഞ്ഞ സമയത്തിനകം ഒരു 5 മിനിറ്റിനുള്ളിൽ അവസാനിക്കും. നമ്മുടെ ആ സെഷൻ ഈ ലിങ്കിൽ തന്നെ ഒരു 8:40 ആവുമ്പോൾ നമുക്ക് ദ ഗ്രമേറിയൻ സെഷൻ തുടങ്ങണം. അപ്പൊ അതുകൊണ്ട് ആരും പോകരുത്. ഈ ഒരു PSCക്കും കേട്ടറ്റിനൊക്കെ വേണ്ട വളരെ സുപ്രധാന സെഷനാണ്, പെഡഗോജിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ ഉടൻ തന്നെ ദ ഗ്രമേറിയൻ എന്ന് പറഞ്ഞ സെഷൻ ഇവിടെ നടക്കും. അതുകൊണ്ട് ആരും ലെഫ്റ്റ് ചെയ്യരുത് എന്ന് അഥവാ അർജന്റായി പോകുന്നവര് ഫുഡ് കഴിക്കാതെ പോകരുതെന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫുഡ് അവിടെ ഉണ്ട്, ചോദിച്ചു വാങ്ങണം. അർജന്റായി പോകേണ്ടവരുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചു പോവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇഖ്തർ മിനൽ ആത്തിയത്തി മാലാ യുനാസിബു ബിൽ വസായിലി താലീമിയ. താഴെ തന്നിരിക്കുന്നവയിൽ ടീച്ചിങ് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെടാത്തത് കണ്ടെത്താനാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് തുസഖബു അമലിയത്തു തദ്രീസ് അലൽ മുഅല്ലിം. അതായത് ടീച്ചറുടെ മേൽ ഒരു ടീച്ചിങ് പ്രോസസ്സ് ഡിഫിക്കൽട്ട് ആക്കി മാറ്റുന്നു. രണ്ടാമത് വരുന്നത് തൗലീഹു ജവാനിബുൽ മുബഹമ. അവ്യക്തമായിട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ആക്കാൻ ഇത് സഹായിക്കുന്നു. തേർഡ് വൺ വരുന്നത് തസ്ബീത്തുൽ മഅലൂമാത്ത് ഫിദ്ദിഹിന്. നമ്മുടെ ബുദ്ധിയിൽ, മെമ്മറിയിൽ കാര്യങ്ങൾ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നു. നാലാമത് വരുന്നത് തഖലീലു തജഹുദ്, ഒരു എഫേർട്ട് കുറക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിലേതാണ് ടീച്ചിങ് എയ്ഡുമായിട്ട് ബന്ധപ്പെടാത്തത്? എ ആണ്. കാരണം ടീച്ചർക്ക് ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് ടീച്ചർക്ക് ഡിഫിക്കൽട്ട് അല്ല. നമ്മൾ അത് ചിന്തിക്കുക, ടീച്ചർക്കും സ്റ്റുഡൻസിനും ഇത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ലൈസ മിനൽ മീസാത്തി അൽ വസായിത്തു അൽ മുതഅദ്ദിദ. ലൈസ മിനൽ മീസാത്തി അൽ വസായിത്തുൽ മുതഅദ്ദിദ, ഈ ഒരു മൾട്ടിമീഡിയ എയ്ഡ്സിന്റെ ഫീച്ചേഴ്സിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. വസായിത്തുൽ മുതഅദ്ദിദ മീൻസ് മൾട്ടിമീഡിയ. ഇതിൽ 4 ഓപ്ഷനാണ് വന്നത്. തൗഫീറുൽ വക്ത, ഇത് സമയം ലാഭിക്കാൻ. പിന്നെ രണ്ടാമത് വരുന്നത് സഹലുൽ ഇസ്തിഹ്ദാം,
യൂസ് ചെയ്യാൻ എളുപ്പമാണ്. 3 തെർസീഹുൽ മഅലൂമാത്ത് ഫി ദാരിസീന, കുട്ടികളിൽ ഇത് ഈ വിവരങ്ങൾ ഇൻഫർമേഷൻസ് കോപ്പി ചെയ്യാൻ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. 4th വൺ വരുന്നത് അൽ മിലൽ, ഇത് ബോറിംഗ് ആണ്. ഇതിൽ ഏതാണ് മൾട്ടിമീഡിയ അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ്സിന്റെ ഫീച്ചേഴ്സിൽ പെടാത്തത് ഏതാണ്? ഡി ഡി ആണ്. ഡി മലയാളം. മിലൽ അതായത് ബോറിംഗ് അല്ല. അല്ല. മലയാളം. അതെ, ബോറിംഗ് അല്ല. കുട്ടികളിൽ ക്യൂരിയോസിറ്റിയും അതേപോലെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക ചെയ്യാം. സാറേ മലലാണോ മിലലാണോ പ്രൊണൗൺസിയേഷൻ? മലയല്ലേ വായിക്കല്? മലലാണ് മലൽ. മലൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇഖ്തർ അഷാദ മിനൽ ആത്തിയ, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് പറഞ്ഞത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അൽ അഫ്ലാം അൽ മുത്തഹരിക്ക, പിന്നെ അൽ ഖറായിത്ത് ഉണ്ട്, പിന്നെ 3rd വൺ റസൂം അൽ ബയാനിയ, 4th വൺ അസ്സബൂറ. ഇതിൽ ഏതാണ് ഒറ്റയാൻ? ഏതാണ്? എ അല്ലേ? അൽ അഫ്ലാമുൽ മുത്തഹരിക്ക. കാരണം എന്താണ്? റീസൺ എന്താണ്? ബാക്കിയുള്ള ബാക്കിയുള്ളതൊക്കെ പിന്നെ ഖറായിത്തും റസൂമും സബൂറൊക്കെ വിഷ്വൽ അല്ലേ? അതെ, വിഷ്വലാണ്. അഫ്ലാം അതല്ല. ഓക്കെ, ഖറായിത്ത് മീനിങ് എന്താ? മാപ്പ് അല്ലേ? മാപ്പുകള്. ഹരീത്ത ജമ്മ് ഖറായിത്ത് മാപ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇഖ്തർ മിനൽ ആത്തിയത്തി വസീലത്തു ലാ തുനാസി മാ വസായിത്തിൻ മുതഅദ്ദിദ, താഴെ തന്നവയിൽ മൾട്ടിമീഡിയയിൽ നിന്ന് പെടാത്തത്, അതുമായിട്ട് യോജിക്കാത്തത് കണ്ടെത്താനാണ് പറഞ്ഞത്. 4 ടീച്ചിങ് എയ്ഡ് ഉണ്ട്. അതിൽ മൾട്ടിമീഡിയ അല്ലെങ്കിൽ ആ ടൈപ്പിൽ പെടാത്തത് ഏതാണ്? ഇഹാത്തോ ലായിഹ. ബോർഡുകളാ? ലായിഹത്ത് ബോർഡുകളാണ്. ബി അല്ല, സബൂറത്തു അസ്സക്കിയ. സബൂറത്തല്ലോ. അത് സ്മാർട്ട് ബോർഡ് ആണ് വരുന്നത്. സി കമ്പ്യൂട്ടർ, ഡി വീഡിയോ. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ലായിഹത്താണ് ഇതിൽ മൾട്ടിമീഡിയ എയ്ഡ്സിൽ പെടാത്തത്. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അൽ കുത്തുബു അൽ മുഖററ മിനൽ വസാഇലി ഫിൽ അമലിയ്യ. ബാക്കിലത്തെ സ്ലൈഡ് ഒന്ന് കാണിച്ചോ? ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത് അൽ കുത്തുബുൽ മുഖററ മിനൽ വസാഇലി ഫിൽ അമലിയ്യത്തി തഅലീമിയ്യ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അൽ കുത്തുബുൽ മുഖററ മിനൽ വസാഇലി ഫിൽ അമലിയ്യത്തി തഅലീമിയ്യ, ഒരു ടീച്ചിങ് പ്രോസസ്സിലുള്ള ടീച്ചിങ് എയ്ഡിൽ പെട്ടതാണ് അൽ കുത്തുബുൽ മുഖററ, ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ഇതിൽ പറയുന്നത്. ഹാദാ തസ്രീഉൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഗൈർ മഖബൂലാണോ, ഖാത്തി ആണോ, സഈഹുൻ ജുസഈ ആണോ, സ്വഹീഹ് ആണോ? ഇത് ഏതാണ്? ശരിയാണോ തെറ്റാണോ? ഡി അല്ലേ? ഡി ആണ്. ഇത് കറക്റ്റ് അല്ലേ? അതെ, ടെക്സ്റ്റ് ബുക്ക്. അതെ, നമ്മൾ അവർക്ക് അതെ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ടെക്സ്റ്റ് ബുക്ക് വരും, ബോർഡ് വരും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. ടെക്സ്റ്റ് ബുക്ക്, ടീച്ചർ ടെക്സ്റ്റ് ബുക്ക്, ഇതൊക്കെ ടീച്ചിങ് എയ്ഡ്സിൽ പെട്ടതാണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്ത മോഡലിൽ തന്നെയാണ്. ഓക്കെ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈസ മിൻ ഫവാഇദി അൽ വസായിലു തഅലീമിയ്യ. ലൈസ മിൻ ഫവാഇദി അൽ വസായിലു അത്തഅലീമിയ്യ, ഇതിൽ വരുന്നത് ഉണ്ടായിരുന്നല്ലോ ടീച്ചറെ, എന്റെ ആൻസർ കാണിച്ചായിരുന്നു. ഓക്കെ ഓക്കെ. ഇതിൽ ഏതാണ് തക്ലീല്? ആൻസർ കാണിച്ച് നമുക്ക് മനസ്സിലാക്കി പോവാ, അതല്ലേ നല്ലത്. തക്ലീലുൽ ജുഹദ്, ഇതിൽ പറഞ്ഞത് ടീച്ചിങ് എയ്ഡ്സിന്റെ ഫീച്ചേഴ്സിൽ പെടാത്തത് ഏതാണ്? ഒന്ന് തക്ലീലുൽ ജുഹദ്, 2 വരുന്നത് ഇലാഅത്തുൽ വഖ്ത്, 3 ഇസാറു ഇഹ്തിമാമു ദാരിസീന, 4 വരുന്നത് തസ്ഹീലു അമലിയത്തു തഅലീം. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ബി, ഇലാഅത്തുൽ വഖ്ത്. ബി ആണ്. ബി ആണ്. അതിന്റെ റീസൺ എന്താണ്? ബി എന്താണ്? നമ്മള് ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണല്ലോ. അതെ, ടൈം കൺസ്യൂമിങ് അല്ല. ഈ ഒരു ടീച്ചിങ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് അല്ല. അപ്പൊ ഇതാണ് തക്ലീലുൽ ജുഹദ. ബാക്കിയുള്ളതൊക്കെ ടീച്ചിങ് എയ്ഡിന്റെ നല്ല വശങ്ങളാണ്. തക്ലീലുൽ ജുഹദ് നമ്മൾ എഫേർട്ട് കുറക്കുന്നു, പിന്നെ അതേപോലെ തന്നെ കുട്ടികളെ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു, പിന്നെ ഈ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നമ്മൾ ഈസി ആക്കാൻ കഴിയുന്നു. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ബി ആണ്. അപ്പൊ ഏകദേശം നമ്മൾ വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അൽ വസായിലു മുത്തഅദ്ദിദ എന്ന് പറയുന്നത് പിന്നെ മൾട്ടിമീഡിയ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? ഒന്നിലധികം എയ്ഡ്സ് ഉപയോഗിച്ചാണ് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറുകൾ അതേപോലെ ചില ഫിലിംസുകൾ, അതെ, നമ്മൾ ഒന്നിലധികം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതില്ലേ, പ്രൊജക്ടർ ഒക്കെ വെച്ചിട്ട്. അതെ, പ്രൊജക്ടർ, പിന്നെ അന്നസുൻ ഇലക്ട്രോണിക്, പിന്നെ റൊസൂമുൽ മുത്തഹരിക്ക, വീഡിയോ, ശബക്കത്തുന ആലമിയ, അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. മനസ്സിലായോ? ഓക്കെ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒന്ന് എടുത്തത് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഇല്ല. അപ്പൊ മനസ്സിലാക്കുക, ടീച്ചിങ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഈസി ആക്കാനും അതേപോലെ നന്നാക്കാനും ഉപയോഗിക്കുന്നതാണ്. അവിടെ ടീച്ചർക്കും നല്ലതാണ്, സ്റ്റുഡൻസിനും നല്ലതാണ്. ടീച്ചർക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളെയും കൺസിഡർ ചെയ്തിട്ട് ഉള്ള ടീച്ചിങ് എയ്ഡ് സെലക്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അതിലൊന്നും നമ്മൾ റോങ് ഇൻഫർമേഷൻസ് ഒന്നും അതിലൂടെ നമ്മൾ കുട്ടികൾക്ക് നൽകരുത്. ടീച്ചിങ് ലേണിംഗ് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പാഠഭാഗത്തിനോടും കുട്ടികൾക്കും യോജിച്ച തരത്തിലുള്ളത് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഈസി ആക്കും. ഓക്കെ, പിന്നെ 3 ടൈപ്പ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. സമറിയ എന്ന് പറയുമ്പോൾ വിഷ്വൽ എയ്ഡ്സ് ആണ്, നമുക്ക് കാണാൻ മാത്രം പറ്റുന്നത്. അൽ ബസരിയ എന്ന് പറഞ്ഞാൽ ഓഡിയോ ആണ്, കേൾക്കാൻ മാത്രം പറ്റുന്നത്. അൽ വസായിലു സമഇയ അൽ ബസരിയ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, കേൾക്കാനും പറ്റും അതേപോലെ തന്നെ കാണാനും പറ്റും. മനസ്സിലായോ? ഇതുവരെ മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ ഇത് 2 ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയോ? ഏത് ഫസ്റ്റ് ഇട്ടതോ? ഓക്കെ, ഫസ്റ്റ് ഇത് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലൈസത്ത് മിനൽ വസാഇലി തദ്രീസിയ. ലൈസത്ത് ആണ് വന്നത്. ഈ ഒരു ടീച്ചിങ് എയ്ഡിൽ പെടാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, 4 ഓപ്ഷൻസ് ഇല്ല. അതിൽ ഫസ്റ്റത്തത് വരുന്നത് ഹൈസറാനാണ്. പിന്നെ കിതാബു ദാരിസ് ഉണ്ട്, അൽ കുത്തുബ് അൽ മുഖറർ, പിന്നെ സൂറ. അപ്പൊ ഇതിൽ വരുന്നത് എ ഓപ്ഷൻ ആണ്. ഹൈസറാൻ ബാംബൂ ട്രീക്ക് ഹൈസറാൻ എന്ന് പറയും. എന്താണ്? ബാംബൂ ട്രീ, മുള. അതെ. മുള. ബാക്കിയുള്ളതൊക്കെ എയ്ഡ്സ് ആണ് അല്ലെ? കിതാബു താരിസ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പറഞ്ഞു, അതൊരു എയ്ഡ് ആണ്. പിന്നെ അതേ കുത്തുബുൽ മുഖററും ടെക്സ്റ്റ് ബുക്കിനും പറയും. പിന്നെ സൂറത്ത് പിക്ചറും ഒരു എയ്ഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന് മിനൽ വസാലിൽ മർഇയ ഉൽ ബസരിയ. ഇതിൽ വിഷ്വൽ എയ്ഡ്സ് ഏതാണെന്നാണ് ചോദിച്ചത്. അതിൽ എ ഓപ്ഷൻ വരുന്നത് അസബൂറ, പിന്നെ റേഡിയോ, അജിഹത്ത് തസ്റ്റീൽ സൗത്തിയ, പിന്നെ ഗ്രാമഫോൺ. ഇതിൽ ഏതാണ്? എ അല്ല ഓപ്ഷന്. എ ആണ്, സബൂറയാണ് വിഷ്വൽ വരുന്നത്. ബാക്കിയുള്ളതൊക്കെ ഏതാണ്? ഓഡിയോ എയ്ഡ്സ് ആണ് വരുന്നത്.